നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റവയും നേന്ത്രപ്പഴവും കൊണ്ട് ആവിയിൽ വേവിച്ച് 4 മണി പലഹാരമാണ്. ഇത് നല്ല സോഫ്റ്റ് പലഹാരമാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിനായി ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് കടായിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയെങ്കിലും മസ്റ്റായിട്ട് ഒഴിക്കണേ. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പറയണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 1 കപ്പ് റവയാണ് എടുത്തേക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന റവയാണ്. വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. 2 കപ്പ് റവ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 കപ്പ് വെള്ളം ഒഴിക്കണം. ഇതുപോലെ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. റവ ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ ഇളക്കിക്കൊണ്ടും കൂടി ഇരിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ റവ പെട്ടെന്ന് തന്നെ കട്ടിയായി പോവും. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ റവ ചേർക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കണേ. ഈ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അതായത് റവ നന്നായിട്ടൊന്ന് വേകണം. അതുപോലെ തന്നെ ഒട്ടും കട്ടയൊന്നും പിടിക്കാനും പാടില്ല. ഈ ഒരു പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു പാകം എത്തുന്നവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ കട്ടയൊന്നും പിടിക്കില്ല. ഇത് നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാനായിട്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. സമയമൊക്കെ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വെക്കണേ. കാരണം വെള്ളം ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ചൂടുണ്ട്. ആ ചൂട് ഇരുന്ന് തന്നെ റവയും നന്നായിട്ടൊന്ന് കുക്കായി കിട്ടും. ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു ഭാഗമുണ്ടല്ലോ, അത് ആകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇതുപോലത്തെ തടുത്തവി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് എത്തണം. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് തന്നെ ഇതിനാവശ്യമുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ടൊരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം. നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റിയാണ്. ഇനി നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സും കൂടി ചേർക്കാം. അതായത് കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം, കിസ്മിസ് ഒക്കെ ചേർക്കാം. നട്ട്സ് ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ നെയ്യിൽ ഈ നട്ട്സ് ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കുക. അതിന് ശേഷമാണ് നേന്ത്രപ്പഴവും കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നേന്ത്രപ്പഴം ഒന്ന് വഴറ്റിയെടുക്കുക. അതായത് നെയ്യും നേന്ത്രപ്പഴവും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. പഴം വഴറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ കണ്ടോ, ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് നാളികേരമാണ് ചേർക്കുന്നത്. നാളികേരത്തിന് ഒരു ചെറിയൊരു ഈർപ്പം ഉണ്ടാവില്ല, ആ ഒരു ഈർപ്പം നന്നായിട്ടൊന്ന് മാറണം. അതിന് വേണ്ടിയിട്ട് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ഇതിൽ നമ്മൾ ചേർത്ത നെയ്യും പഴവും നാളികേരവും നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. നമ്മൾ ഈ ചേർത്ത നേന്ത്രപ്പഴം ഒത്തിരി ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ലാസ്റ്റ് നമ്മളിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ നേന്ത്രപ്പഴം ഒരു പകുതി വേവായാലും മതിയാവും. ഇപ്പോൾ നാളികേരത്തിൻ്റെ ഈർപ്പമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള മധുരമാണ് ചേർക്കുന്നത്. പൊടിച്ച ശർക്കരയാണ് ചേർക്കുന്നത്. അതായത് ഇപ്പോൾ 1/2 കപ്പ് മെഷറിംഗ് കപ്പിൽ ഈ ഒരു അളവിലാണ് ശർക്കര എടുത്തേക്കുന്നത്. ശർക്കര ചേർക്കുമ്പോൾ പഴത്തിൻ്റെ ഒരു മധുരം കൂടെ അനുസരിച്ചിട്ട് വേണം ശർക്കര ചേർക്കേണ്ടത്. ഇപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ശർക്കര വരെ ചേർക്കാം. അല്ലാതെ തന്നെ ശർക്കര പാനിയായിട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ശർക്കരയുടെ അച്ചുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് അതിനെ പാനിയാക്കിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ശർക്കര പൊടിച്ചതുണ്ടെങ്കിൽ ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. 2-3 മിനിറ്റ് ഒന്ന് മിക്സാക്കിയാൽ മതിയാവും. അതായത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലം പൊടിച്ചത്, ഇതിൽ കുറച്ച് ശർക്കര ചേർത്തുകൊണ്ട് തന്നെ ഒരു ചെറിയ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തെടുക്കാം. ഇനി ശർക്കര ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തെടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കുക. ഇതുപോലെ ഒന്ന് മിക്സാക്കുമ്പോൾ ഇടയ്ക്ക് പഴവും കൂടി അതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതിൽ നട്ട്സ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയം വറുത്ത് വെച്ചേക്കുന്ന നട്ട്സും കൂടി ചേർത്തെടുക്കാം. നട്ട്സ് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ നട്ട്സ് ചേർത്തില്ല. അപ്പോൾ ഇതിൽ ചേർക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങളൊക്കെ വരുത്താം. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യും. എളുപ്പം തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം.
ഇത് ഇങ്ങനെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഇനി ഇത് ചെറുതായിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. സമയത്ത് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന റവക്കൂട്ട് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്, എങ്കിലും ആ ചെറു ചൂടോടെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതായത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന മാതിരി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. അതായത് ഇതിനുള്ളിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. അതുകൊണ്ട് ഒത്തിരി ചെറുതാവരുത്, എങ്കിലും ഒരു മീഡിയം വലുപ്പത്തിലാണ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കേണ്ടത്. മാവ് ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റഫായിട്ടൊന്ന് ചെയ്തെടുത്താൽ മതിയാവും. ഈ ഒരു അളവിൽ 12 പലഹാരങ്ങൾ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ സമയം കൊണ്ട് തന്നെ ഫില്ലിങ്ങിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതായത് പഴത്തിൻ്റെ വലിയ പീസസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കുക. വലുതായി പോവല്ലേ, ഇതുപോലെ ചെറിയ സൈസ് മതിയാവും, കാരണം ഇത് ഫില്ലിംഗ് അല്ലേ. ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ ഫില്ലിങ് വെക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അങ്ങനെ ഫില്ലിങ് ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ടൊരു വാഴയില എടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്നുകിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്നെങ്കിലും സ്പ്രെഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളെ വിരലുകൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അടുത്ത് തന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം കൊണ്ട് എടുത്ത് വെച്ചേക്കണേ. അപ്പോൾ ഈ വിരലുകൾ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്നിങ്ങനെ പ്രസ് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ വിരലിൽ മാവ് ഒട്ടിപ്പിടിക്കത്തില്ല. വാഴയില തന്നെ എടുക്കണം എന്നില്ല കേട്ടോ, വേണമെങ്കിൽ പ്ലാസ്റ്റിക് കവർ എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് സാധാരണ നമ്മൾ കൊഴുക്കട്ടൊക്കെ തയ്യാറാക്കുന്ന കണക്ക് ആക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ പാർട്ടിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതുപോലെ മെല്ലെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, അപ്പോൾ നമ്മളിങ്ങനെ ഈ ഇലയിൽ നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് ഇതുപോലെ ഒട്ടിപ്പിടിക്കാത്തത്. അതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി ഒന്ന് എടുക്കാം. ഫില്ലിങ് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. എനിക്കെപ്പോഴും ഈ ഒരു രീതിയാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെറിയൊരു സൂത്രപ്പണി കൂടെ ബാക്കിയുണ്ട്. അതായത് ഒരു ബൗളിലോട്ട് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇതിപ്പം ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കുറച്ച് ഭംഗിയുണ്ടാവും, അതുപോലെ തന്നെ കഴിക്കുമ്പോൾ ആ ഒരു നാളികേരത്തിൻ്റെ ടേസ്റ്റും കൂടി കിട്ടും. അപ്പോൾ ഇതുപോലെ ബാക്കിയും കൂടി ഞാനൊന്ന് റെഡിയാക്കി എടുക്കാം. ഇത് ശരിക്കും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ സ്റ്റീമറിൽ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു വാഴയില വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വാഴയില വെക്കണം നിർബന്ധമില്ല. വാഴയില വെച്ച് കഴിഞ്ഞാൽ വാഴയിലയുടെ ഫ്ലേവറും ഈ ഒരു പലഹാരത്തിന് കിട്ടും. നാളികേരത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇത് ഓപ്ഷനിലാട്ടോ, നിർബന്ധമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഏത് ആഹാരം ഉണ്ടാക്കിയാലും അത് പ്രസൻറ്റ് ചെയ്യുന്നൊരു രീതി അത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇനി ഇതൊരു 10 മുതൽ 15 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റ് ആയപ്പോൾ ഗ്യാസ് ഓഫാക്കി. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നല്ല ചൂടാണ്. ചെറുതായിട്ടൊന്ന് ചൂട് മാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. സ്വാദേറിയ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. സാധാരണ അരിമാവ് ഉപയോഗിച്ചിട്ടില്ല ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നത്. പക്ഷേ ഈ ഒരു റവ ഉപയോഗിച്ചാൽ അതിനെക്കാട്ടിലും നല്ല സോഫ്റ്റാണ്. കാണുന്നുണ്ടോ? ഒരെണ്ണം ഞാനൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനൊന്ന് നൈഫ് ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ മുറിച്ച് കാണിച്ചു തരാം. നോക്കുന്നുണ്ടോ, നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ വെച്ച ഫില്ലിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫില്ലിങ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നല്ല ചൂടാണ്, എങ്കിലും ഞാനൊന്ന് എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. നോക്കൂ, നല്ല സോഫ്റ്റ് ആട്ടോ. ശരിക്കും നമ്മൾ ആ ഒരു അരി വെച്ചിട്ട് തയ്യാറാക്കുന്നതിനെക്കാട്ടിലും എനിക്ക് കുറച്ചും കൂടി ഈ ഒരു റവ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടെ പറയാൻ മറക്കരുത്. നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സോഫ്റ്റാണ്, അതാണ് എടുത്ത് പറയേണ്ടത്. അരിമാവിനെക്കാട്ടിലും നല്ല സോഫ്റ്റാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.